നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ചെറിയ സഹോദരന്മാർ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 മുതൽ 46 വരെ ഞാൻ വായിക്കുന്നു. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയും ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായിട്ട് കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടു ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലും ആയിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്ക് ആകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളമായി പറഞ്ഞ ഉപമകളിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഉപമയാണിത്. കാരണം യേശു പറഞ്ഞത്, ഈ ചെറിയവന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു എന്നാണ്. അതിനാളുകൾ കൊടുക്കുന്ന വ്യാഖ്യാനം സമൂഹത്തിലെ ദരിദ്രരായ, അതായത് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, കുടിവെള്ളമില്ലാത്ത, അല്ലെങ്കിൽ രോഗികളായിരിക്കുന്ന, നഗ്നരായിരിക്കുന്ന, വസ്ത്രമില്ലാത്ത, തടവിലായിരിക്കുന്ന ആളുകളെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടത് നൽകാനിടയായാൽ അങ്ങനെയുള്ളവർക്ക് സ്വർഗം കിട്ടും എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തു മതക്കാരും പഠിപ്പിക്കുന്നത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക, അതിനാണ് യേശു വന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. മഹാത്മാഗാന്ധി അഹിംസ പറഞ്ഞു, ശ്രീനാരായണ ഗുരു മതമേതായാലും മനുഷ്യൻ നന്നാകണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന്. യേശു അല്ല അത് പറഞ്ഞത്. ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്ക വന്ന് നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു അവനോട് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എന്താണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കം. അവൻ പറഞ്ഞു, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക, കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഇത് ന്യായശാസ്ത്രിയാണ് പറഞ്ഞത്. അത് യഹൂദന്മാരുടെ 10 കൽപ്പനയുടെ ചുരുക്കം അല്ലെങ്കിൽ വ്യാഖ്യാനമാണ്. യേശു പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും. അല്ലാതെ യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത് അതായത് കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയാനല്ല.
ഈ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ളത് ബൈബിളിലെ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ്. എന്നാൽ യേശു പറഞ്ഞത് ശത്രുവിനെ നിന്നെ പോലെ സ്നേഹിക്കാനാണ്. ന്യായപ്രമാണം പറയുന്നു കൂട്ടുകാരൻ നിന്നെ പോലെ സ്നേഹിക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുക, അവന് വിശന്നാൽ അവന് തിന്നാൻ കൊടുക്കുക. അതാണ് യേശു പറഞ്ഞത്. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അല്ലാതെ യേശു വന്നത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയാനല്ല. അത് പറഞ്ഞത് ന്യായശാസ്ത്രിയാണ്. അപ്പോൾ ക്രിസ്തുമതക്കാർ പഠിപ്പിക്കുന്നത് സമൂഹത്തിലെ ദരിദ്രരെ സഹായിച്ചാൽ സ്വർഗം കിട്ടും. പ്രിയപ്പെട്ടവരെ, അത് മറ്റു മതങ്ങളുടെ ഉപദേശമാണ്. പരോപകാരമേ പുണ്യം എന്ന് പറയുന്നത് മറ്റു മതങ്ങളുടെ ഉപദേശമാണ്. നമ്മൾ തീർച്ചയായിട്ടും സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളെ ഉദ്ധരിക്കാൻ നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണം. യേശു അങ്ങനെ പറഞ്ഞു, ദരിദ്രർ എപ്പോഴും നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം അവർക്ക് നിങ്ങൾ ചെയ്യുക എന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സ്വർഗം കിട്ടത്തില്ല. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളത് വർഗസ്നേഹമാണ്. ഒരു കാക്കയെ സ്നേഹിക്കുന്നു, ഒരു പാമ്പൊരു പാമ്പിനെ, അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ സഹായിക്കുന്നു, സ്നേഹിക്കുന്നു. അത് വർഗസ്നേഹമാണ്. ഒരു മനുഷ്യനെ സഹായിക്കുന്നു എന്നുള്ളത് വർഗസ്നേഹമാണ്. അതുകൊണ്ട് സ്വർഗം ലഭിക്കുകയില്ല. അപ്പോൾ പിന്നെ യേശു എന്താണ് പറഞ്ഞത്? ഈ ചെറിയ സഹോദരന് ചെയ്ത് എനിക്ക് ചെയ്തുവെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി തൻ്റെ ശിഷ്യന്മാർ പോയത്, ആദ്യം ഒരു 12 പേര് പോയത്, പിന്നീട് 70 ആളുകൾ പോയത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെയാണ്. യേശു പറഞ്ഞു, ഒന്ന് നിങ്ങൾ എടുക്കണ്ട, 2 വസ്ത്രം എടുക്കണ്ട, ചെരുപ്പ് എടുക്കണ്ട, കയ്യിൽ പണം കരുതണ്ട, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളെ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാകും എന്ന് യേശു പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. അവർ ചെന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ വീടുകളിലേക്കാണ് അവർ പോയത്. അവരെ സ്വീകരിക്കാൻ ആളുകളുണ്ടായി. അവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, അവരെ രോഗികളായപ്പോൾ ശുശ്രൂഷിച്ചു. മാത്രവുമല്ല, അവർ തടവിലാകാൻ ഇടയായപ്പോൾ അവരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചു. ഇതെല്ലാം യേശു ദൈവമാണെന്നുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, യേശു അയച്ചവർ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏത് നൂറ്റാണ്ടിലും ഏത് കാലഘട്ടത്തിലും യേശു ദൈവമാണ്, യേശു അയച്ച ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെ കൈക്കൊണ്ട് അവരുടെ വാക്കുകൾ കേൾക്കുന്നു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഒപ്പം ഞങ്ങൾക്ക് ഈ സന്ദേശം പറഞ്ഞ, ഞങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ ദൂതറിയിച്ച ഇവർക്ക് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും. അങ്ങനെയാണല്ലോ അപ്പോസ്തലന്മാർ പോയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പൗലൂസൊക്കെ പോയ സ്ഥലങ്ങളിൽ ആളുകൾ അവരെ വീടുകളിൽ കൈക്കൊണ്ടു. നമുക്കറിയാം, ലുദിയ എന്ന സ്ത്രീ പൗലൂസിനോട് പറയുന്നു, എന്നെ നിങ്ങൾ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുക. അങ്ങനെ അവരവിടെ പോയി പാർത്തു. അങ്ങനെ അവരെ സ്വീകരിച്ച വീടുകളിൽ അവർ പാർക്കുവാൻ ഇടയായി. അങ്ങനെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ പോയിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുകയും ഓടിക്കുകയും ചെയ്തവർ ഒരുപക്ഷെ ചുരുക്കമായി കണ്ടേക്കാം. എന്നാൽ അവരെ യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുവാൻ, വേണ്ടതെല്ലാം നൽകുവാൻ തയ്യാറായി. അത് യേശുവിലെ വിശ്വാസത്താലാണ്. അങ്ങനെ ഈ എളിയവരായ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ എളിയവരായ മീൻപിടുത്തക്കാരായിരുന്നു. യേശു വളരെ കൃത്യമായിട്ട് ഈ ദരിദ്രർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എളിയവർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ സുവിശേഷം അറിയിക്കുന്നവരുടെ കാര്യമാണെന്ന് മത്തായിയുടെ സുവിശേഷം 10:42 യേശു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യൻ എന്ന് വെച്ച്, അതായത് എൻ്റെ ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ സുവിശേഷം അറിയിക്കുവാൻ ഓരോ നാട്ടിൽ ചെല്ലുന്ന ആളുകളെ, അവരെ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വാക്കുകളെ വിശ്വസിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. അതല്ലാതെ
സമൂഹത്തിലെ ദരിദ്രരായ, കള്ളുകൂടി നിമിത്തം ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കുറെ പണം നമ്മൾ കൊടുത്താൽ അവർ വീണ്ടും കുടിക്കും, ഒരു സംശയവും വേണ്ട. എന്നാൽ അവർക്ക് ദൈവത്തെയാണ് നൽകേണ്ടത്. അപ്പോൾ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ദൈവത്തെ നൽകാനാണ്, ആ ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാനാണ് യേശുവിൻ്റെ അപ്പോസ്തലന്മാരും അതിനുശേഷമുള്ള ഇന്നുവരെയുള്ള ശിഷ്യന്മാരും ശ്രമിച്ചിട്ടുള്ളത്. അവരെ വിശ്വസിച്ച്, അവരുടെ വാക്ക് വിശ്വസിച്ച് യേശുവിനെ കൈക്കൊണ്ട ആളുകൾക്ക്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയ, സഹായം നൽകിയ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ഇവിടുത്തെ വിഷയം. തീർച്ചയായിട്ടും കർത്താവ് തന്നെ കൈക്കൊള്ളുന്ന ആളുകൾക്ക്, ദേവദാസന്മാരെ സഹായിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം നൽകും. സ്വർഗരാജ്യത്തിൽ അവർക്ക് വലിയ അവകാശം ഉണ്ടായിരിക്കും. അതാണ് ഈശോ പറയുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.